ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആക്ച്വലി ഞാൻ അത്ര നല്ല ഫിസിക്കൽ കണ്ടീഷൻ അല്ല, ഇന്നലെ അതുപോലെ ആയിരുന്നു. എന്നാലും ഇന്നും ഞാൻ ക്ലാസ് എടുക്കുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ എണീറ്റ് 1-2 ആർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റതും എല്ലാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എഡിറ്റോറിയൽ പറഞ്ഞാൽ എ ന്യൂ ട്രെൻഡ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. എന്റെ സൗണ്ടിൽ തന്നെ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേർഡ്സ് ഒക്കെ മനസ്സിലാവാൻ വല്ല ഡൗട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ എന്റെ ആൻസർ ചെയ്തോളാം. ഞാൻ എല്ലാവർക്കും കമന്റ് റിപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ എ ന്യൂ ട്രെൻഡ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. ഇത് ആക്ച്വലി നമ്മളുടെ ഒരു ഇന്റേണൽ സെക്യൂരിറ്റി പ്രോബ്ലത്തിനെ കുറിച്ചാണ്. ക്രോസ് ബോർഡർ ആയിട്ടുള്ള ടെററിസം ഒരുപാട് ഫേസ് ചെയ്ത രാജ്യമാണ് ഇന്ത്യ. ആ ക്രോസ് ബോർഡർ ടെററിസം മെയിൻലി പാകിസ്ഥാനിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതല്ലാതെ മറ്റ് സ്റ്റേറ്റുകളിൽ ഇപ്പൊ നോർത്ത് ഈസ്റ്റിലെ റീജിയനിൽ ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്നുള്ള ബംഗ്ലാദേശിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ടെററിസ്റ്റ് എക്സ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. എന്നാലും ചിലപ്പോൾ ചില ഇന്റേണലി ഓപ്പറേറ്റ് ചെയ്യുന്ന ചില ടെററിസ്റ്റുകളൊക്കെ മുമ്പ് ബംഗ്ലാദേശിലൊക്കെ പോയിരുന്ന ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മ്യാൻമറിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇന്ത്യയിൽ വന്ന് മണിപ്പൂരിലൊക്കെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ മെയിൻ ക്രോസ് ബോർഡർ ടെററിസം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പാകിസ്ഥാനെയാണ്. പക്ഷേ കാശ്മീരിൽ ഈ ആർട്ടിക്കിൾ 370 ഒക്കെ എടുത്തു കളഞ്ഞ് നമുക്കറിയാം, കാശ്മീരിന്റെ സ്പെഷ്യൽ റൈറ്റ്സ് ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടു. കാശ്മീർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്ഹുഡ് തന്നെ സെൻട്രൽ ഗവൺമെന്റ് എടുത്തു കളഞ്ഞിട്ട് കാശ്മീരിന്റെ 2 യൂണിയൻ ടെറിട്ടറീസ് ആക്കി മാറ്റി. ജമ്മു ആൻഡ് കാശ്മീർ എന്നും ലഡാക്ക് എന്നും. ഇപ്പോഴും അത് യൂണിയൻ ടെറിട്ടറീസ് തന്നെയാണ്. പക്ഷേ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്പൊ ഇലക്ഷൻ വരാൻ പോയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ അത് പറഞ്ഞു. അപ്പം ടോട്ടലി ഇപ്പൊ അണ്ടർ സ്ട്രിക്ട് കൺട്രോൾ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇപ്പൊ അവിടുത്തെ കാശ്മീരിലെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് അവിടെ വലിയ ടെററിസം ഇൻസിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 1 മന്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ വലിയ ചേഞ്ച് ഉണ്ടായിരിക്കുകയാണ്. ഒരുപാട് ടെററിസ്റ്റ് ഇൻസിഡൻസ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജൂൺ 9 നരേന്ദ്രമോദി ഇന്ത്യയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അതേ ദിവസം അവിടെ ഒരു അറ്റാക്ക് ഉണ്ടാവുകയും കുറച്ച് സിവിലിയൻസ് കില്ല് ചെയ്യപ്പെടുകയും ചെയ്തു. ഇപ്പോ മോഡി റഷ്യയിലേക്ക് പോയി. അദ്ദേഹം റഷ്യയിലേക്ക് പോകുന്ന ദിവസം വീണ്ടും നമ്മളുടെ മിലിറ്ററി വെഹിക്കിളിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു അറ്റാക്ക് ഉണ്ടായി. 5ഓളം പട്ടാളക്കാരും മരിച്ചു. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടെററിസ്റ്റുകളെ നമുക്ക് ഇതുവരെയും കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. അവിടെ കോമ്പിംഗ് ഓപ്പറേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് ഈ ന്യൂ ട്രെൻഡ് എന്ന് പറയാൻ കാര്യം, പൊതുവെ ടെററിസത്തിന്റെ ഹോട്ട്ബെഡുകളായിരുന്നുള്ള പല പ്രദേശങ്ങളും കാശ്മീർ റീജിയനിലായിരുന്നു. കാശ്മീർ. പക്ഷെ ഇപ്പൊ ഈ ടെററിസ്റ്റ് അറ്റാക്ക് പലതും നടക്കുന്നത് ജമ്മു മേഖലയിലാണ്. ഇപ്പൊ ഈ ജമ്മു മേഖലയിലെ കതുവ എന്ന് പറഞ്ഞ ടൗണിലാണ് ഇപ്പൊ ഈ ലേറ്റസ്റ്റ് അറ്റാക്ക് ഉണ്ടായത്. നമ്മളുടെ ആർമി മെന്നിന് അഗേൻസ്റ്റ് ആയിട്ട് 5 പേരൊക്കെ മരിച്ചത്. അപ്പൊ ബുർഹാൻ വാണി എന്ന് പറയുന്ന ഒരു ഹിസ്ബുൾ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയുടെ കമാൻഡർ ഉണ്ടായിരുന്നു, ബുർഹാൻ വാണി. അയാളെ 2016 ഇന്ത്യയുടെ സെക്യൂരിറ്റി ഫോഴ്സസ് കില്ല് ചെയ്തു. അയാളുടെ ഈ ടെററിസ്റ്റുകളെ സംബന്ധിച്ച് അയാൾ രക്തസാക്ഷിയാണ്. അപ്പൊ അയാളുടെ രക്തസാക്ഷിത്വ ദിനത്തിലാണ് ഓമർ ഈ അടുത്ത അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ്. പിന്നീട് കഴിഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് സീരീസ് ഓഫ് ഇൻസിഡൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ 1-2 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. ആ എക്സാമ്പിൾസ് ഒന്നും നമ്മളിപ്പോ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മെയിൻലി ജമ്മു മേഖലയില പല പ്രദേശങ്ങളിലും മുമ്പ് ടെററിസം ഉണ്ടായിരുന്നു. 1990s 2000s ബിഗിനിങ്ങിലും ഒക്കെ. പക്ഷെ ആ മേഖലകളെല്ലാം കൺട്രോൾ, ഈ ജമ്മു മേഖല കാശ്മീർ മേഖല 2 മേഖലയാണല്ലോ, ഒന്ന് ഹില്ലും ഒന്ന് വാലിയാണ്. അപ്പോ ജമ്മു മേഖലയിലെ ടെററിസം ഓപ്പറേഷൻ സർപ്പ് വിനാശ് എന്ന് പറയുന്ന ഒരു 2003 വാജ്പേയിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. 2003 ഒരു ഓപ്പറേഷനൊക്കെ വഴി അണ്ടർ കൺട്രോൾ ആക്കി. പിന്നെ അവിടുത്തെ ലോക്കൽസിന്റെ വലിയ സപ്പോർട്ട് കൂടിയുള്ള അവരെ കൂടെ വിശ്വാസത്തിൽ, അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പട്ടാളത്തിന്റെ നടപടികളൊക്കെ വഴിയാണ് അവിടെ ഓക്കെ ആക്കിയിരുന്നത്. പക്ഷെ ആ മേഖലയിലാണ് വീണ്ടും ടെററിസം തലപൊക്കിയിരിക്കുന്നത് എന്നുള്ളത് ഇന്ത്യ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, വേൾഡിൽ തന്നെ 1 ഓഫ് ദ മോസ്റ്റ് സ്കിൽഡ്, ഹൈലി ട്രെയിൻഡ് ആൻഡ് പ്രൊഫഷണൽ പട്ടാളമാണ് ഇന്ത്യയുടെ എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള, ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഫോഴ്സസ് ഒരു 3 എടുത്താൽ 1 ഇന്ത്യ ആയിരിക്കും. US, ചൈന, അല്ലെങ്കിൽ ഒരു 5 എടുത്താൽ ഒബ്വിയസ്ലി ഇന്ത്യ ആയിരിക്കും. US, ചൈന, റഷ്യ ഒക്കെ കഴിഞ്ഞ ഇന്ത്യയുടെ പട്ടാളമാണ്. പക്ഷെ അവർക്കാണ് ഇത്തരത്തില് ഇപ്പം വീണ്ടും അറ്റാക്സിൽ അവർ കൊല്ലപ്പെടുന്നു. അപ്പൊ അവരുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയേഴ്സിൽ എന്തെങ്കിലും ഫെയിലുവേഴ്സ് ഉണ്ടോ എന്ന് അവർ പരിശോധിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇതിലേക്ക് ഇപ്പൊ ഇത്തരത്തിലുള്ള റെക്കറിംഗ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാവാൻ, ടെററിസം റിലേറ്റഡ് ആയിട്ടുള്ള അറ്റാക്സ് ഉണ്ടാവാനൊക്കെയുള്ള കാരണങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു. ഒന്ന്, ഇന്ത്യയുടെ മിലിറ്ററിയുടെ ഫോഴ്സസ് എല്ലാം
ഇന്ത്യയുടെ മിലിറ്ററി കംപ്ലീറ്റ് ഇപ്പൊ തമ്പടിച്ചിരിക്കുന്നത് LAC-യിലാണ്. LAC മീൻസ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. LOC-യും LAC-യും ഉണ്ട്. LAC ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, ദാറ്റ് ഈസ് ദ demarcated border between India and China, but that is not officially accepted by China. പക്ഷെ ഇന്ത്യ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, LAC ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. അപ്പൊ ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ കുറെ സ്കിർമിഷസ് ഉണ്ടായത് കൊണ്ട്, കുറെ പ്രോബ്ലംസ് ഇന്ത്യക്കും ചൈനയ്ക്ക് ഇടയിൽ ഉണ്ടായതുകൊണ്ട് ഇന്ത്യയുടെ പട്ടാളം മൊത്തം അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളവർ LOC-യിലും. LOC ഇന്ത്യക്കും പാകിസ്ഥാനോടലാണ് ലൈൻ ഓഫ് കൺട്രോൾ LOC, മറ്റൊരു ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഇന്ത്യക്കും ചൈനയ്ക്കും. അപ്പൊ ഈ ഗ്രൗണ്ട് ലെവലിൽ ഇതുപോലുള്ള പല പ്രദേശങ്ങളിലും പട്ടാളത്തിന്റെ ഒരു കുറവുണ്ട്. അത് ഈ ഭീകരര് മുതലെടുക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മള് റെക്ലെസ് ആയിട്ടുള്ള പല സെർച്ചസും ഒക്കെ കൊണ്ട് അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസ് പലരും നമ്മളെ പട്ടാളത്തിനോട് പിണക്കത്തിലാണ്. അപ്പൊ അവര് മുമ്പ് ഇൻഫർമൻസ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുമായിരുന്നു. അപ്പം അവരുടെ ഒരു സഹകരണ കുറവ് അതും ഇതിന് കാരണമായിട്ടുണ്ട്. പിന്നെ അപ്പൊ അവര് ഇൻഫർമേഷൻസ് കിട്ടുന്നതിന് അത് ബുദ്ധിമുട്ട് ആവുന്നുണ്ട്. അപ്പോ വേറൊരു കാര്യം എന്ന് വെച്ചാല്, ഈ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ പ്രഷർ പാകിസ്ഥാന്റെ മുകളിൽ ഭയങ്കരമായിട്ടുണ്ട്. ഈ ക്രോസ് ബോർഡർ ടെററിസം, അവർ ടെററിസത്തിന് അവരുടെ രാജ്യത്ത് നർച്ചർ ചെയ്തിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടി പാകിസ്ഥാൻ ഉള്ളതുകൊണ്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഭയങ്കരമായിട്ടുള്ള പ്രഷർ അവരുടെ മുകളിലുള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ലോക്കൽ ടെററിസ്റ്റുകൾക്ക് വേണ്ട പിന്തുണ കൊടുത്തിട്ട് അവരെ കൊണ്ടാണ് ഇപ്പൊ ഇതെല്ലാം ലോക്കൽ ടെററിസ്റ്റുകളാണ് മിക്കവരൊക്കെ കാര്യമായിട്ട് ചെയ്യുന്നത് ഈ ഓപ്പറേഷൻസ്. അപ്പോ ആ ഒരു രീതിയിലുള്ള ഒരു സംഭവം. അപ്പോ പിന്നെ പുതിയ ടെക്നോളജിയൊക്കെ ഈസിലി ആക്സസിബിൾ ആണ് ഈ ടെററിസ്റ്റുകൾക്ക്. അപ്പം അതുപോലുള്ള വിഷയങ്ങളിൽ നമ്മൾ കൗണ്ടർ സ്ട്രാറ്റജീസ് പിന്നീട് ഫോർമുലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രശ്നം അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ പുതിയ ടെറർ ഗ്രൂപ്പുകൾ അവിടെ പുതുതായിട്ട് വരുന്നു. ഈ നോൺ ഗ്രൂപ്പുകളെ പട്ടാളത്തിനും നമ്മളുടെ ഇന്റലിജൻസ് അപ്പാരറ്റസിനും ഒക്കെ അറിയാം, അവരെ നേരിടുന്നുണ്ട്. പക്ഷെ അൺനോൺ ആയിട്ടുള്ള പുതിയ ഗ്രൂപ്പുകൾ അവിടെ എമർജ് ചെയ്യുന്നു. ഇതൊക്കെയാണ് പ്രശ്നം. അപ്പൊ ഇതിന് ഒരു പരിഹാരമേ ഉള്ളൂ. നമ്മളുടെ പട്ടാളം, നമ്മളുടെ ഹോം മിനിസ്ട്രി, നമ്മളുടെ ഡിഫൻസ് മിനിസ്ട്രി, ഇവരെല്ലാവരും ചേർന്ന് എത്രയും പെട്ടെന്ന് പുതിയൊരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യണം. അത് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം, അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ ഉൾപ്പെടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്. എന്നാൽ മാത്രമേ ഈ പ്രശ്നം മുളയിലെ നുള്ളി അവിടെ പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള ആർട്ടിക്കിളാണ് ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ടെററിസം ഡയറക്ട്ലി സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്യാൻ പേടിക്കുന്ന ഒരു വേറൊരു കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, FATF മീൻസ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. FATF Financial Action Task Force is the Global Anti-Terror Financing Watchdog of UN. Global Anti-Terror Financing Watchdog of UN. ഏതെങ്കിലും രാജ്യം ടെററിസത്തിന് ഫിനാൻസിങ് കൊടുക്കുന്നതായിട്ട് കണ്ടാൽ ആ രാജ്യത്തിന് FATF എന്ന് പറഞ്ഞ യുണൈറ്റഡ് നേഷൻസിന്റെ ഈ ഓർഗനൈസേഷൻ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. പിന്നെ അവർക്ക് ഒരു ഗ്ലോബൽ ഫണ്ടിങ്ങും കിട്ടത്തില്ല, IMF നിന്ന്, വേൾഡ് ബാങ്കിൽ നിന്ന്, മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ. പാകിസ്ഥാൻ വാസ് ഓൺ ദ വെർജ് ഓഫ് ബ്ലാക്ക് ലിസ്റ്റിംഗ് ഡ്യൂറിംഗ് ദ ഇയർ ഓഫ് 2020-21. ആ വർഷങ്ങളിലെല്ലാം they were initially grey listed. അവർ ആദ്യമേ ഗ്രേ ലിസ്റ്റ് ചെയ്തു FATF, അതിനുശേഷമാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പാകിസ്ഥാൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് രക്ഷപ്പെട്ടു. അപ്പൊ ആ ഒരു പേടി അവന്മാർക്ക് ഉള്ളതുകൊണ്ടാണ് അവരിപ്പം ഡയറക്ട്ലി ടെററിസത്തിന് ഇന്ത്യയിലേക്ക് കയറ്റി വിടാത്തത്. അപ്പൊ അവർ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ പെർസിസ്റ്റിംഗ് ബ്രൂട്ടാലിറ്റി എന്ന് പറയുന്ന എഡിറ്റോറിയൽ. പെർസിസ്റ്റിംഗ് ബ്രൂട്ടാലിറ്റി എന്ന് പറയുന്ന എഡിറ്റോറിയൽ ഇപ്പോ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള വാറിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി റഷ്യ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ റഷ്യയുടെ ഒരു അറ്റാക്ക് യുക്രൈനിലുണ്ടായി. ഏതാണ്ട് 40ഓളം സിവിലിയൻസ് കൊല്ലപ്പെട്ടു. ആ സിവിലിയൻസിൽ കുറച്ചുപേര് കുഞ്ഞുങ്ങളൊക്കെയാണ്. കാര്യം ഒരു ചിൽഡ്രൻ ഹോസ്പിറ്റലിലൊക്കെയാണ് അറ്റാക്ക് ഉണ്ടായത്. അപ്പൊ അതിന്റെ വെളിച്ചത്തിലുള്ള ഒരു എഡിറ്റോറിയലാണ്. നമ്മള് ഈ ഒരു യുദ്ധം കൊണ്ടും ആരും ജയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ കുറെ കാലത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈവൻ കുഞ്ഞൻ ശക്തികളെ പോലും, വളരെ വീക്ക് ആയിട്ടുള്ള ഫോഴ്സസിന് പോലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സസ് ട്രൈ ചെയ്തിട്ട് ഡിമോളിഷ് ചെയ്യാനോ അവരെ ഇല്ലാതാക്കാനോ കഴിയുന്നില്ല. ഇസ്രായേലിന് ഇത്രയും ലോകത്തിലെ മോസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റലിജൻസ് അപ്പാരറ്റസും ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റുമുള്ള ഇസ്രായേലിന്, അവർക്ക് മൈറ്റി ആയിട്ടുള്ള US-ന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും ഒരു ചെറിയ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എല്ലാവരും വിളിക്കുന്ന ഹമാസിനെ തീർക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഇത്ര ദിവസമായിട്ട് തീർക്കാൻ പറ്റുന്നതായിട്ട് അവരെ നേരെ ഒന്ന് തൊടാൻ പോലും പറ്റുമെന്നുള്ളതാണ് സത്യം. അതുപോലെ ഇപ്പം റഷ്യ വേൾഡിൽ ഏറ്റവും വലിയ ന്യൂക്ലിയർ പവർ ആണ്. റഷ്യക്കുള്ളതിന്റെ അത്രയും ന്യൂക്ലിയർ ആംസ് അമേരിക്കയ്ക്ക് പോലും ഇല്ല. വേൾഡിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിഫൻസ് ടെക്നോളജീസ് ഇപ്പോഴും റഷ്യയുടെ കയ്യിലുണ്ട്. അവർക്ക് യുക്രൈൻ പോലുള്ള ഒരു രാജ്യത്തിന്റെ അത്ര വലിയ മിലിറ്ററി സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്ത ആ രാജ്യത്തിന് പൂർണ്ണമായിട്ട് കീഴടക്കാൻ അവർക്ക് വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കാനും പറ്റില്ല. ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ട് കുറെ വില്ലേജസ് ഒക്കെ അവർ പിടിച്ചെടുത്ത് കുറെ പ്രദേശങ്ങളിലേക്ക് പിന്നീട് ഒരു കൺട്രോൾ അവരുടെ കയ്യിലായി. ഈ യുദ്ധത്തിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്
അപ്പൊ ഈ ഇങ്ങനെ ഒരു അറ്റാക്ക് ഇപ്പോ റഷ്യ നടത്താൻ കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യുക്രൈനിന് വലിയൊരു മെസ്സേജ് കൊടുക്കുക, അതുപോലെ വെസ്റ്റേൺ കൺട്രീസിന് ഒരു മെസ്സേജ് കൊടുക്കുക. എന്തുകൊണ്ടാണ് ആ മെസ്സേജ് കൊടുക്കുന്നത് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നാറ്റോയുടെ സമ്മിറ്റ് ഇപ്പൊ നടന്നു, നാറ്റോയുടെ 75th സമ്മിറ്റ് ഇപ്പൊ നടന്നു. ആ നാറ്റോയുടെ സമ്മിറ്റിൽ വെച്ച് ഏതാണ്ട് 40 ബില്യൺ പൗണ്ടിന്റെ ഫിനാൻഷ്യൽ എയ്ഡ്സ് യുക്രൈന് കൊടുക്കാൻ അവര് തീരുമാനിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പോളണ്ട് എന്ന് പറയുന്ന റഷ്യയുടെ പണ്ട് അലയൻസ് പാർട്ട്ണർ ആയിരുന്ന രാജ്യം ഇപ്പോ യൂറോപ്പിനും അമേരിക്കയ്ക്കും ഒപ്പമാണ്. ആ പോളണ്ട് ഈ യുക്രൈനുമായിട്ട് ഒരു ഡിഫൻസ് എഗ്രിമെന്റ് ഉണ്ടാക്കിയാണ്. ഈ രണ്ട് കാര്യങ്ങൾ, ഈ നാറ്റോയിലെ മെമ്പറുമാണ് പോളണ്ട്, പക്ഷേ യുക്രൈൻ നാറ്റോയിലെ മെമ്പർ അല്ല. ഈ യുദ്ധത്തിന് കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ യുക്രൈൻ നാറ്റോയിൽ ചേരാൻ എടുത്ത തയ്യാറെടുപ്പുകളാണ്. സത്യത്തില് യുക്രൈന്റെ കയ്യിരിപ്പ് കൊണ്ടാണ് ഈ യുദ്ധം തുടങ്ങിയതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. കാര്യം യുക്രൈൻ റഷ്യയുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിൽ പോയിരുന്നെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളെല്ലാം റഷ്യയുമായിട്ട് നല്ല ബന്ധം പോസ്റ്റ് സോവിയറ്റ് യൂണിയൻ പീരീഡിലും പിന്തുടരാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ യുക്രൈൻ മാത്രം, അവരും തുടക്കത്തിൽ ഏതാണ്ട് 2010-12 കാലഘട്ടം വരെ റഷ്യയോട് നല്ല ബന്ധം പുലർത്തിയിട്ട് പിന്നെ റഷ്യയെ ആന്റഗണൈസ് ചെയ്തുകൊണ്ട് വെസ്റ്റേൺ കൺട്രീസിനോടൊപ്പം പോകാനും പിന്നെ നാറ്റോയിലേക്ക് ചേരാനും ശ്രമിച്ചു. നാറ്റോയിൽ ചേരുന്ന റഷ്യക്ക് ഭയങ്കര ഒരു സെക്യൂരിറ്റി ത്രെറ്റ് ആണ്. കാര്യം യുക്രൈൻ ഈസ് ഇൻ ദ ബോർഡർ ഓഫ് റഷ്യ ആൻഡ് ഇഫ് നാറ്റോ ഫോഴ്സസ് കംസ് ടു യുക്രൈൻ then definitely that will be a direct security threat for Russia that they cannot afford, that they cannot overlook. അതുകൊണ്ടാണ് അവര് യുക്രൈൻ അറ്റാക്ക് ചെയ്യുന്നതാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്ന് തന്നെയാണ് പുടിൻ അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അപ്പൊ എന്തായാലും പക്ഷേ ഈ യുദ്ധത്തിൽ നിന്ന് റഷ്യയോ യുക്രൈനോ ഒന്നും നേടാൻ പോകുന്നില്ല. ഒരു കാര്യം, ഈ കുറെ വില്ലേജസ് ഒക്കെ പിടിച്ചെടുത്തെന്ന് കരുതിയിട്ട് വലിയൊരു മിലിറ്ററി അച്ചീവ്മെന്റോ ഒന്നും ഇതുവരെയും റഷ്യക്ക് യുക്രൈനിൽ ഉണ്ടായിട്ടില്ല. ഇനി യുക്രൈൻ ആണെങ്കിലോ, യുക്രൈൻ തിരിച്ചു വന്നത്, യുക്രൈൻ ഈസ് ഇൻ എ വെരി വൾണറബിൾ പൊസിഷൻ ഓൺലി ബിക്കോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി ലെവൽ സപ്പോർട്ട് ഓഫ് നാറ്റോ കൺട്രീസ്, എസ്പെഷ്യലി US, UK like countries. Russia still Ukraine is surviving in this war, but they are actually receiving a lot of setbacks in the battlefield. ഒരിക്കലും റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങളൊന്നും യുക്രൈൻ തിരിച്ചു പിടിക്കാനും പോകുന്നില്ല. അത്തരത്തില് വീക്കാണ് ആ രാജ്യം. അപ്പൊ അവർക്ക് കുറച്ചു കാലങ്ങളൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റുമായിരിക്കും മറ്റു രാജ്യങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട്. അപ്പൊ ആര് ഇതിൽ എന്ത് നേടുന്നു? ഒന്നും നേടുന്നില്ല. ഭരണാധികാരികൾ എൻജോയ് ചെയ്യുന്നു. ഇപ്പൊ വളോഡിമിർ സെലൻസ്കി, യുക്രൈന്റെ പ്രസിഡന്റ്, അവിടുത്തെ ആൾക്കാർ മരിക്കുമ്പോൾ അയാൾ അമേരിക്കയിൽ പോയി സപ്പോർട്ട് നേടുന്നു, അയാൾ അവിടുന്ന് പോളണ്ടിൽ പോയി സപ്പോർട്ട് നേടുന്നു, പുടിൻ മോദിക്കൊപ്പം ചായ സൽക്കാരം നടത്തുന്നു. ഭരണാധികാരികൾക്ക് ഒന്നും പറ്റത്തില്ല, ഈ പാവപ്പെട്ട ജനങ്ങളായിരിക്കും സഫർ ചെയ്യുന്നത്. അപ്പൊ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഈ യുദ്ധത്തിന് യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന നാറ്റോ രാജ്യങ്ങളും അതുപോലെ റഷ്യയുടെ മുകളിൽ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങളും ചേർന്ന് ശ്രമിക്കണം. യുക്രൈനെ ആര് പറഞ്ഞു മനസ്സിലാക്കണം? നാറ്റോയും അവരുടെ സഖ്യരാജ്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കണം. റഷ്യയും ഏറ്റവും കൂടുതൽ അവർക്ക് മുകളിൽ ഇൻഫ്ലുവൻസ് ഉള്ള ചൈനയും, അത് കഴിഞ്ഞ ഇന്ത്യയാണ്. അവര് ആ ഒരു ടോക്കിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യക്കും കഴിയണം, ഇന്ത്യക്കും ചൈനയും കഴിയണം. അതൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, എനിക്കിത് ഈ ബഡ്ജറ്റ് ദാറ്റ് ഡ്രൈവ്സ് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ വായിക്കാനുള്ള സമയം കിട്ടില്ല. അതൊക്കെ മനസ്സിരുത്തി വായിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. കാര്യം അത് മിക്കവാറും എക്കണോമിക് ടൈംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് നിങ്ങൾ താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. അപ്പോ താഴോട്ട് വരുമ്പോൾ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞില്ലേ, July 23 ബഡ്ജറ്റ് വരിക. ഈ July 23 ബഡ്ജറ്റ് വരുമ്പോൾ July 10 ആയിരുന്നു. അപ്പം July 23 ബഡ്ജറ്റിൽ വേരിയസ് ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ ഹാസ് മെനി എക്സ്പെക്ടേഷൻസ്, അല്ലെങ്കിൽ അവരുടെ മെനി സജഷൻസ് ആർ ദയർ. അപ്പൊ അതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് എങ്ങനെയുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കണം എന്നുള്ള ഇതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഇനി കമ്മിങ് ഡേയ്സിൽ ഹിന്ദുവിൽ വന്നുകൊണ്ടേയിരിക്കും. കാരണം പ്രൈമറി സെക്ടർ ഉണ്ട്, അഗ്രികൾച്ചർ, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവർക്ക് പരിഹരിക്കപ്പെടേണ്ടതായിട്ട്. അതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ബഡ്ജറ്റിൽ വേണം. ഇനി ഇൻഡസ്ട്രിയൽ സെക്ടർ, രണ്ടാമത്തെ ഇന്ത്യയുടെ എക്കണോമിയുടെ ഏറ്റവും വലിയ സെക്ടർ, ആ സെക്ടർ ഒരുപാട് ആവശ്യങ്ങൾ ബഡ്ജറ്റിൽ ഫിനാൻസ് മിനിസ്റ്റർ മുന്നിൽ വെച്ചിട്ടുണ്ട്, അത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ഇനി മൂന്നാമത് സർവീസ് സെക്ടർ, അതാണ് ഇന്ത്യയുടെ എക്കോണമിയുടെ ഏറ്റവും വലിയ സെക്ടർ എന്ന് പറയുന്നത്. സർവീസ് സെക്ടർ പറയുന്ന വേറൊരു പേരാണ് ടെർഷറി സെക്ടർ ഓഫ് നമ്മളുടെ എക്കോണമി എന്ന് പറയുന്നത്. അപ്പം അവർക്ക് അവരുടേത് ആവശ്യങ്ങളുണ്ട്. ഈ എല്ലാ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ആവശ്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് വേണം ഇന്ത്യ മഹാരാജ്യത്തിന്റെ ബഡ്ജറ്റ് July 23 ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമൻ 7ാമതും അവതരിപ്പിക്കാൻ. അവരുടെ 7ാമത്തെ ബഡ്ജറ്റാണിത്. അപ്പം അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് എല്ലാ ദിവസവും ഇനി ഹിന്ദുവിൽ പ്രതീക്ഷിക്കാം അപ് ടു July 23 വരെ. ഇനി 23 കഴിഞ്ഞിട്ടോ അടുത്ത 2 ദിവസം അതിനെ കുറിച്ചുള്ള അനാലിസിസുകളായിരിക്കും ബഡ്ജറ്റിലെ ഡിസിഷൻസിനെ കുറിച്ച്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്ത് തരും, നിങ്ങളൊന്നും പേടിക്കണ്ട. ഓക്കെ, അപ്പോ ഇനി താഴോട്ട് വരുമ്പോൾ ദ ഷേപ്പ് ഓഫ് മാനുഫാക്ചറിംഗ് 3 for Modi 3 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ദ ഷേപ്പ് ഓഫ് മാനുഫാക്ചറിംഗ് 3 for Modi 3. ഇതിൽ സംഭവം ഒന്നുമില്ല. അതായത്
ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ടു GDP. ഞാൻ പറഞ്ഞിട്ടുണ്ട് GDP നിങ്ങൾക്ക് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടെ പറഞ്ഞു. GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ മെയിൻലി 3 സെക്ടേഴ്സ് എന്നാണ് വരുന്നത്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷറി സെക്ടർ. പ്രൈമറി സെക്ടറിലാണ് മിക്കവാറും ഇന്ത്യ പോലുള്ള എല്ലാ രാജ്യങ്ങളിലും ആൾക്കാർ കൂടുതലായിട്ട് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അത് കാരണം പ്രൈമറി സെക്ടർ മെയിൻലി അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, പിന്നെ അനിമൽ ഹസ്ബൻഡറി, ഫിഷിംഗ്, ഇതൊക്കെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ മേഖലയിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. മിക്കവാറും അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ജോബുകളിലായിരിക്കും മിക്കവാറും എൻഗേജ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും പ്രൈമറി സെക്ടറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ആയിരിക്കും ലീസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു വൺ കൺട്രീസ് എക്കോണമി. അപ്പം ഇന്ത്യയുടെ കേസിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ പ്രൈമറി സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ പക്ഷെ അവരുടെ കുറവാണ്. ഇനി സെക്കൻഡറി സെക്ടറാണ് ഒരു രാജ്യത്തിന്റെ ആക്ച്വലി ഏറ്റവും പ്രധാനപ്പെട്ട സെക്ടറായിട്ട് മാറേണ്ടത്. കാരണം വേറെ ഒന്നുമല്ല, സെക്കൻഡറി സെക്ടറിലെ കോൺട്രിബ്യൂഷൻ GDP-യിലേക്ക് കൂട്ടിയാലേ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ഉള്ളൂ, ക്വാളിറ്റി എംപ്ലോയ്മെന്റ്. കാരണം സെക്കൻഡറി സെക്ടറാണ് മാനുഫാക്ചറിംഗ് സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നറിയപ്പെടുന്നത്. അവ ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് സെക്ടറിലെ കോൺട്രിബ്യൂഷൻ ടു GDP കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ മിക്ക ഇൻഡസ്ട്രിയൽ സെക്ടറിലെ സംഭവങ്ങളും ലേബർ സെൻട്രിക് ആയിരിക്കും. അപ്പം നല്ല രീതിയിൽ ലേബേഴ്സിന് വേണ്ട ആക്ടിവിറ്റീസ് ആണ് മാനുഫാക്ചറിംഗ് സെക്ടറിൽ അതെന്നുള്ളത്. അപ്പൊ പുതുതായിട്ട് മാനുഫാക്ചറിംഗ് ഒരുപാട് സ്റ്റാർട്ട് ചെയ്യും. മാനുഫാക്ചറിംഗിന്റെ കോൺട്രിബ്യൂഷൻ GDP-യിലേക്ക് കൂടുമ്പോൾ അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. ഈ ടെർഷറി സെക്ടർ ആണ് ഇപ്പം നിലവിൽ ഇന്ത്യയുടെ GDP-യിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന. മോർ ദാൻ 50% ഓഫ് അവർ GDP ഷെയർ കംസ് ഫ്രം ടെർഷറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ. അതിലാണ് ഈ സോഫ്റ്റ്വെയർ, ഇൻഷുറൻസ്, ബാങ്കിങ്, ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, എഡ്യൂക്കേഷൻ എല്ലാം വരുന്നത്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത്. അവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതാണ്, ജോബ് ജനറേഷൻ കുറവായിരിക്കും. കാര്യം ഇപ്പൊ സോഫ്റ്റ്വെയർ സെക്ടർ തന്നെ എടുത്താൽ അവിടെ ഓട്ടോമേഷനാണ് ഇപ്പൊ കൂടുതൽ. അവിടെ ആൾക്കാരെ കൊണ്ട് ജോലിപ്പിക്കുന്നവർ കുറവാണ്, ഏത് ഫീൽഡ് എടുത്താലും. അപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടർ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്താൽ ക്വാളിറ്റി ജോബുകൾ ഒരുപാട് ആൾക്കാരെ കൊടുക്കാൻ പറ്റും. അപ്പം ഈ ഇൻഡസ്ട്രിയൽ സെക്ടറാണ് മാനുഫാക്ചറിംഗ് സെക്ടർ. അപ്പൊ മോഡി 3 വരുമ്പോ, മോഡി 3 ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, പുതിയ ഗവൺമെന്റ് മോഡി 3 ആണ്. അതിൽ മാനുഫാക്ചറിംഗ് 3 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരണം. അതായത് ഇപ്പോ കഴിഞ്ഞ 10 വർഷമായിട്ട് മോഡി ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്ട്രാറ്റജീസിൽ കുറെ ചേഞ്ചസ് വരുത്തിയാൽ മാത്രമേ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ടു GDP കൂടുക ഉള്ളൂ. അതുവഴി ഇന്ത്യക്ക് ഒരു മാനുഫാക്ചറിംഗ് ഹബ് ആവാനും ഒപ്പം നമ്മളെ ആൾക്കാരൊക്കെ കൂടുതലായിട്ട് നല്ല എംപ്ലോയ്മെന്റ് കൊടുക്കാനും ഫോർമൽ എംപ്ലോയ്മെന്റ് കൊടുക്കാനും പറ്റുമെന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പൊ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് മേക്ക് ഇൻ ഇന്ത്യ എന്നൊരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മേക്ക് ഇൻ ഇന്ത്യ കുറെയൊക്കെ സക്സസ് ആണ്, പക്ഷെ അത് ഒരു റൺഅവേ സക്സസ് ഒന്നും അല്ല. മേക്ക് ഇൻ ഇന്ത്യ മോഡിയുടെ ഒരു പെറ്റ് സ്കീമാണ് മേക്ക് ഇൻ ഇന്ത്യ. ഇത് ആദ്യം വരുമ്പോ 2014-15 സമയത്ത് ഇത് വരുമ്പോ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്തിരുന്നത് 2025 കൂടി ഇന്ത്യയുടെ GDP-യിലേക്കുള്ള മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ 25% ആക്കി മാറ്റുക എന്നുള്ളതാണ്. 25% ആക്കി മാറ്റുക. പക്ഷേ 15% പോലും ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിന്റെ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി കോവിഡ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും അതൊന്നും വന്നില്ലെങ്കിലും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യൂലായിരുന്നു. ആ ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടതുകൊണ്ടാണ് ഈ മേക്ക് ഇൻ ഇന്ത്യ സ്കീമിന്റെ കൂടെ പിന്നെ ഗവൺമെന്റ് PLI എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവന്നത്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. അത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്, അതായത് നിങ്ങളുടെ ഗ്ലോബൽ കമ്പനീസിനോട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയാണ്, യു കം ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ, യു സ്റ്റാർട്ട് മാനുഫാക്ചറിംഗ്, വി വിൽ ഗീവ് യു ബാക്ക് ഇൻസെന്റീവ്. നിങ്ങൾക്ക് മാനുഫാക്ചറിംഗ് ചെയ്യുന്നതിന് ഞങ്ങൾ അങ്ങോട്ട് ഇൻസെന്റീവ് തരാമെന്നാണ്. അതിൽ കൂടുതൽ എന്താ വേണം? അപ്പൊ ഒരുപാട് കമ്പനികൾ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമും കൂടെ വന്നിട്ട് പോലും സബ്സ്റ്റാൻഷ്യലി നമ്മളുടെ GDP-യിലേക്കുള്ള ഈ പറഞ്ഞ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ കൂടുന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് രാജ്യങ്ങളെ കാര്യം അവർ പറയുന്നുണ്ട്. ഈവൻ അത്ര വലിയ ബിഗ് കൺട്രീസ് ഒന്നും അല്ലാത്ത രാജ്യങ്ങളുടെ വര ഇപ്പം നോക്കി, വിയറ്റ്നാമിന്റെ കോൺട്രിബ്യൂഷൻ, വിയറ്റ്നാമിന്റെ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ 25% ആണ്. നമ്മളെ തൊട്ടടുത്ത് നടക്കുന്ന ചെറിയ രാജ്യം ബംഗ്ലാദേശ് 22%, മലേഷ്യ 23%, ചൈനയ്ക്ക് 28%. പക്ഷെ ഇന്ത്യക്ക് ഇപ്പോഴും 15% ഒക്കെ ഉള്ളൂ നമ്മളുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ടു GDP. അപ്പം അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ പറഞ്ഞ മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് ഒക്കെ കൂടുതൽ സക്സസ്ഫുൾ ആക്കാനുള്ള കൂടുതൽ ഇനിഷ്യേറ്റീവ്സ് എടുക്കണം. ആ ഇനിഷ്യേറ്റീവ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് ഇൻഡസ്ട്രിയൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതായത് ഞാൻ ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാൻഡ് അക്വിസിഷൻ. ഒരു ഇൻഡസ്ട്രി തുടങ്ങാനുള്ള ലാൻഡ് അക്വയർ ഉള്ള സെൻട്രൽ ഗവൺമെന്റ് അല്ല, അത് ആ സ്റ്റേറ്റിലെ ഗവൺമെന്റ് ആണ്. അല്ലെങ്കിൽ പവർ,
വാട്ടർ, എവറിത്തിങ് വിൽ ബി അണ്ടർ ദ പർവ്യൂ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പൊ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും ഭരിക്കുന്നത് BJP അല്ല, ഒരു പകുതി സ്റ്റേറ്റുകളൊക്കെ ഭരിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റുകളുടെ കൂടെ കോഓപ്പറേഷൻ കൊണ്ട് ലാൻഡ് റിഫോംസ് നടപ്പാക്കണം, ലാൻഡ് അക്വിസിഷൻ ആക്ടുകൾ ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലിയായിട്ട് മാറ്റിമറിക്കണം. അതുപോലെ പിന്നീട് വാട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറെ സ്റ്റേറ്റുകളുമായിട്ട് കോഓപ്പറേഷനിൽ സെൻട്രൽ ഗവൺമെന്റ് മാക്സിമം റിഫോംസ് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നാണ്. അങ്ങനെയൊക്കെയുള്ള വേറെ കാര്യങ്ങൾ അതിൽ പറയാം, നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ വേറൊരു ആർട്ടിക്കിൾ ഉണ്ട്, ദ ഇന്നേറ്റ് ലിമിറ്റേഷൻസ് ഓഫ് ദ ഇന്നേറ്റ് ലിമിറ്റേഷൻസ് ഇൻ എക്സിക്യൂട്ടിംഗ് ICET എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഉണ്ട്. ICET ഞാൻ ഈ ഇടയ്ക്ക് പലതവണ നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ICET എന്ന് പറയുന്നത് ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ്. ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ്. ICET ഈസ് ബിറ്റ്വീൻ USA ആൻഡ് ഇന്ത്യ. ഇന്ത്യക്കും US-ന്റെയും ഇടയിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ICET. വേറെ ഒരു രാജ്യമായിട്ട് ICET എഗ്രിമെന്റ് ഇപ്പൊ ഇന്ത്യക്ക് ഇല്ല. ICET ഈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് USA. ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ്. മെയിൻലി ഉദ്ദേശിക്കുന്നത് ഡിഫൻസ്, സ്പേസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതുപോലുള്ള എമർജിംഗ് ടെക്നോളജീസിലും വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ടെക്നോളജീസിലും പരസ്പരമുള്ള കോഓപ്പറേഷൻ, അതാണ് ICET. സ്പേസ് പറയാൻ വിട്ടുപോയി. സ്പേസ് ഇതെല്ലാം ഉണ്ട് ICETയുടെ അണ്ടറിൽ, ഇന്ത്യക്കും US-നും ഇടയിലുള്ള കോഓപ്പറേഷൻ. അപ്പൊ ഈ ICET അടിസ്ഥാനത്തിൽ ഇന്ത്യ ഇപ്പോൾ US-ന്റെ ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന കമ്പനിയുടെ GF414 എന്ന് പറയുന്ന ജെറ്റ് എഞ്ചിൻ അവര് ടെക്നോളജി ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് ഇന്ത്യയുടെ LCA ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് MK2 ഉപയോഗിക്കാൻ പോണത്. നമ്മൾ ഇന്ത്യ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് യുദ്ധവിമാനം, അതിന്റെ ചെറുകിട യുദ്ധവിമാനങ്ങളാണ് LC എന്ന് പറയുന്നത്, ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് MK2 ഉപയോഗിക്കാൻ പോകുന്നത് ഈ GF414 എന്ന് പറയുന്ന ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന US-ന്റെ കമ്പനിയുടെ ജെറ്റ് എഞ്ചിനാണ്. അതുപോലെ തന്നെ നമ്മള് പ്രഡേറ്റർ എന്ന് പറഞ്ഞൊരു ഡ്രോൺ അവിടുത്തെ ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇപ്പം ഇന്ത്യയിൽ അസംബിൾ ചെയ്യാനും മാനുഫാക്ചർ ചെയ്യാനുള്ള ലൈസൻസ് എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിന്റെ പേര് MQ9 എന്നാണ് എന്റെ പേര് വിളിക്കുന്ന, പ്രഡേറ്റർ എന്നാണ്. അപ്പം ഇതൊക്കെ നമ്മൾ വാങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവര് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ LC MK2 ഉപയോഗിക്കാൻ പോണ GF414ന്റെ ടെക്നോളജിയുടെ 80% മാത്രമേ അവർ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഇനി എവരാണെങ്കിൽ ഈ MQ9 സംഭവത്തിന്റെ 15% മാത്രമേ അവർ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അതിന്റെ കാരണം അത് തന്നെ ഈ ആർട്ടിക്കിളിൽ പറഞ്ഞതാണ്, ഈ ICET എഗ്രിമെന്റിന്റെ അകത്ത് ഇന്ത്യക്കും US-ന്റെ ഗവൺമെന്റ് ഇടയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. കംപ്ലീറ്റ് ഒരു സക്സസ്ഫുൾ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജീസ് നോട്ട് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഗ്രൗണ്ട് ലെവൽ. അതിന്റെ കാരണം US-ന്റെയോ ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ ഇന്റൻഷൻസ് മോശമായിട്ടല്ല. കാരണം ഇത് പലതും ഈ ഓരോ കമ്പനികളുടെയും പേറ്റന്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ആയിരിക്കും. അവർക്ക് അതിന്റെ മുകളിൽ IPR കാണും, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കാണും. അവര് ഈ നമ്മളെ ഇന്ത്യയോ അല്ലെങ്കിൽ XOR ഏത് രാജ്യത്തിനോ ആണെങ്കിലും അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ടെക്നോളജീസ് ഒക്കെ അത് US ഗവൺമെന്റിന് അവർ മുകളിൽ ഇൻസിസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല, അവരുടെ IPR ആയതുകൊണ്ട്. രണ്ടാമതായിട്ട് ഈ കമ്പനീസിനൊക്കെ ഷെയർ ഹോൾഡേഴ്സ് കാണും. ഈ കമ്പനീസ് മിക്കതും ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആയിരിക്കും, അവർക്ക് ഷെയർ ഹോൾഡേഴ്സ് കാണും. ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ഈ ടെക്നോളജി മറ്റു രാജ്യങ്ങളായിട്ട് ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ താല്പര്യം കാണത്തില്ല. കാര്യം അവരെല്ലാം കൊമേഴ്സ്യലി ചിന്തിക്കുന്ന ആൾക്കാരാണ്. അവർ കൊമേഴ്സ്യലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യിക്കാനാണ് ഈ കമ്പനികൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു രാജ്യവുമായിട്ടുള്ള എഗ്രിമെന്റിന്റെ പേരിൽ ടെക്നോളജീസ് ഒക്കെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് വളരെയധികം സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും കൂടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും US മുമ്പോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ ICETക്ക് വേറൊരു എഗ്രിമെന്റിന്റെ ഗതിയായി പോകുന്ന പറഞ്ഞ 2012-13 കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് US-ആയിട്ട് സൈൻ ചെയ്ത DTAA എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് ഉണ്ട്. അതിനി പഠിച്ചിട്ടും കുഴപ്പമില്ല, ഇത് പരാജയപ്പെട്ടു പോയി. ഇത് ICETയുടെ ICETക്ക് ഒരു മുമ്പായിട്ട് വന്നൊരു എഗ്രിമെന്റ് ആണ്. അത് ഫെയിലിയർ ആയി പോയിട്ടാണ് ഈ ICET വരുന്നത്. DTAA എന്ന് പറഞ്ഞാൽ ഡിഫൻസ് ടെക്നോളജി ആൻഡ് ട്രേഡ് ഇനിഷ്യേറ്റീവ്. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്, പരാജയപ്പെട്ടത്. ആ പരാജയം ഈ ICETയുടെ കാര്യത്തിൽ ഉണ്ടാവരുത് എന്നുള്ള ലൈനിലുള്ള ആർട്ടിക്കിളാണ് ഈ ആർട്ടിക്കിൾ. ഓക്കെ. പിന്നെ ഇൻ 2024 മാവോയിസ്റ്റ് സഫർ സിവിയർ സെറ്റ് ബാക്സ് ഇൻ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ കാണാം. അത് നിങ്ങൾ വായിച്ചാലും കുഴപ്പമില്ല. ഇന്ത്യക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള ടെററിസം അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് പാകിസ്ഥാൻ ഇപ്പോ
പ്രൊമോട്ട് ചെയ്യുന്ന ലോക്കൽ ഗ്രോൺ ടെററിസം ഒക്കെ കാശ്മീരിൽ ഇന്ത്യയുടെ വലിയ സെക്യൂരിറ്റി ത്രെട്ട് ആണെങ്കിൽ, വേറൊരു വലിയ സെക്യൂരിറ്റി ത്രെട്ടാണ് ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി ത്രെട്ടുകളിൽ ഒരെണ്ണമാണ് മാവോയിസം എന്ന് പറയുന്നത്. അതിനെ ഏതാണ്ടൊക്കെ ഒതുക്കിയിട്ടുണ്ട്. വളരെ ചെറിയ കുറച്ച് ഏരിയകളിൽ ഇപ്പോൾ ഉള്ളൂ. കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പ് ഇന്ത്യയിൽ ഏതാണ്ട് 8ഓളം സ്റ്റേറ്റുകളിൽ വലിയ പ്രോബ്ലം ആയിരുന്നു. ഇപ്പൊ ആകപ്പാടെ ഛത്തീസ്ഗഡിലെ ചില മേഖലകളിലേ അത് ഉള്ളൂ. അപ്പൊ വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടാണ്. അപ്പൊ അത് ഇപ്പം ഏതാണ്ട് 160ഓളം മാവോയിസ്റ്റുകൾ ഈ വർഷം കൊല്ലപ്പെട്ടു ഛത്തീസ്ഗഡിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രാഫും കാര്യങ്ങളും എന്നോട് പറയുന്നത് ഡിസ്കസ് ചെയ്ത് നോക്കിയാൽ മതി. മെയിൻലി മാവോയിസ്റ്റുകളെ നേരിടുന്നത് CRPF ആണ്. മെയിൻലി മാവോയിസ്റ്റുകൾ നേരിടുന്ന ലോക്കൽ പോലീസിന് പുറമെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള CRPFന്റെ ഫോഴ്സ് ആണ്. ഛത്തീസ്ഗഡിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള CRPFന്റെ ഫോഴ്സ്, സ്പെഷ്യൽ ഫോഴ്സ് ഫോർ കൗണ്ടറിംഗ് മാവോയിസ്റ്റുകളാണ് കോബ്ര എന്നറിയപ്പെടുന്നത്. കോബ്ര, സ്പെഷ്യൽ CRPF ഫോഴ്സ് ഫോർ കോമ്പാറ്റ് ഓപ്പറേഷൻസ് അഗെയിൻസ്റ്റ് മാവോയിസ്റ്റ്. കോബ്രയുടെ എക്സ്പാൻഷൻ കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. കമാൻഡോ CO ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. അതാണ് കോബ്ര, അല്ലാതെ വെറുതെ കോബ്ര തിട്ടേക്കുന്നതല്ല. ഓക്കെ, അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇനി ഇത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റില്ല. ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജ്, വാട്ട് ഈസ് എ ഡ്രാഫ്റ്റ് ഡിജിറ്റൽ കോമ്പറ്റ്, ഇതൊക്കെ അത്യാവശ്യം നോക്കി പറയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് രാവിലെ നേരത്തെ എണീക്കാൻ പറ്റിയില്ല. സത്യത്തിൽ ഇന്ന് ക്ലാസ് എടുക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചു. നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മരുന്നൊക്കെ കഴിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഓക്കെ, പിന്നെ മറ്റ് ന്യൂസ് പേജുകളിലേക്ക് പോകുമ്പോൾ കാശ്മീരിലെ കത്വയിലുണ്ടായ ടെറർ അറ്റാക്കിൽ 5 പട്ടാളക്കാർ മരിച്ചില്ലേ, അതിനെക്കുറിച്ചുള്ള ന്യൂസ് ആണ്. അവർ മെയിൻലി എല്ലാവരും ഉത്തരാഖണ്ഡിൽ നിന്നുള്ള പട്ടാളക്കാരായിരുന്നു. ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമി അവർക്ക് ട്രിബ്യൂട്ട്സ് പേ ചെയ്യുന്ന ഫോട്ടോ കാണാം. ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? പുഷ്കർ സിംഗ് ധാമി. പുഷ്കർ സിംഗ് ധാമി, DHAMI. പിന്നെ വേറൊരു ന്യൂസ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഒന്നല്ല 2 ന്യൂസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒന്ന്, കോർട്ട് ടു ഹിയർ റിവ്യൂ പ്ലീസ് ഓൺ സെയിം സെക്സ് മാരേജ് കേസ് എന്നൊരു ന്യൂസ് കാണാം. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, സെയിം സെക്സ് മാരേജ്, 2 ഗേൾസ് തമ്മിൽ മാരേജ് കഴിക്കുന്നു അല്ലെങ്കിൽ 2 ബോയ്സ് തമ്മിൽ മാരേജ് കഴിക്കുന്നു, ദാറ്റ് ഈസ് അലൗഡ് ഇൻ സം കൺട്രീസ് ഇൻ ദ വേൾഡ്, എസ്പെഷ്യലി ഏഷ്യൻ കൺട്രീസ് ലൈക്ക് തായ്ലൻഡ് ആൻഡ് our neighboring country Nepal recently legalized same-sex marriage. But India has made some progress in that regard. Previously, same-sex was a criminal offense in India. In IPC, Indian Penal Code. In Indian Penal Code, there was a section 377, that criminalizes homosexuality. That criminalized homosexuality. But in 2017, in Puttaswamy versus Union of India case, in 2000, you should be careful about this. In 2017, in Puttaswamy versus Union of India case, Supreme Court clearly stated that privacy is a fundamental right. Privacy is a fundamental right. Privacy is a fundamental right എന്ന് വിധിച്ച കേസ് ഏതാണെന്ന് ഏതെങ്കിലും എക്സാമിന് ചോദിക്കാം. പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ 2017 ഇയർ ഓർത്ത് വെച്ചേക്കുക. ആ കേസിൽ അങ്ങനെ വിധി വരിക, പ്രൈവസി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. ഇഫ് പ്രൈവസി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്, ദെൻ സെക്ഷുവാലിറ്റി ഓഫ് എ പേഴ്സൺ ഈസ് പ്രൈവസി ഓൺലി. അയാളുടെ പ്രൈവസിയാണ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഹോമോസെക്ഷുവാലിറ്റി ക്രിമിനലൈസ് ചെയ്യാൻ പറ്റൂ? അപ്പൊ 2018 again Supreme Court decriminalized homosexuality and deleted section 377 of Indian Penal Code, which parts of section 377 which criminalized homosexuality. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ സെയിം സെക്സ് ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഓക്കെയാണ്. എനിക്കിപ്പോൾ ഒരു പുരുഷനുമായിട്ട് എനിക്ക് പ്രണയം തോന്നിയാൽ എനിക്ക് ഒരുമിച്ച് താമസിക്കുക, ഒരു കേസ് എടുക്കില്ല. മുമ്പ് കേസ് എടുക്കുമായിരുന്നു. അപ്പൊ അവർ അടുത്ത ആവശ്യം ഉന്നയിച്ച് ഞങ്ങൾക്ക് കല്യാണം അനുവദിക്കണം. കല്യാണം ഹിന്ദു മാരേജ് ആക്ടില്, മുസ്ലിം മാരേജ് ആക്ടില്, ക്രിസ്ത്യൻ മാരേജ് ആക്ടില് ഇതിലൊന്നിനും കല്യാണം ആരും നടത്തി കൊടുക്കില്ല. കാര്യം അതൊക്കെ പ്രീസ്റ്റ്മാരാണ് നടത്തുന്നത്. അവരാരും സെയിം സെക്സ് മാരേജിൽ അതിന് സപ്പോർട്ട് ചെയ്തില്ല. അവരെല്ലാം ഓപ്പൺലി പറഞ്ഞു അത് ഈ വിഷയം ഉണ്ടായപ്പോൾ. അപ്പോൾ അവര് ആവശ്യപ്പെട്ടു സ്പെഷ്യൽ മാരേജ് ആക്ട്. ദെയർ ഈസ് എ മാരേജ് ആക്ട് ഇൻ ഇന്ത്യ, സ്പെഷ്യൽ മാരേജ് ആക്ട് which was enacted in 1954, Special Marriage Act. ഇന്റർകാസ്റ്റ് മാരേജ്, ഇന്റർ റിലീജിയൻ മാരേജ് അതൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് ഇതിലാണ്, സ്പെഷ്യൽ മാരേജ് ആക്ട്. ഇതിന്റെ അണ്ടറിൽ ഞങ്ങൾക്ക് മാരേജ് അനുവദിക്കണം പറഞ്ഞ് സുപ്രീം കോടതി പോയി. പക്ഷേ 2023 ഒക്ടോബറിൽ സുപ്രീം കോടതിന്റെ വിധി വന്നു. They were against allowing marriages under special marriage act for the same sex couples. അപ്പൊ അതുകൊണ്ട് അവർ വീണ്ടും സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ പിന്നെ റിവ്യൂ ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ റിവ്യൂ പെറ്റീഷൻ കൊടുത്തേക്ക് അത് വീണ്ടും അവർ പരിഗണിക്കാൻ പറ്റും. ചിലപ്പോൾ ഞാൻ പറഞ്ഞ സെയിം സെക്സ് മാരേജ് അലോ ചെയ്യണം. അവർക്ക് ഇത് ക്രിമിനൽ ഒഫൻസ് അല്ലേ, പിന്നെ എന്താണ് പ്രശ്നം? ഒരുമിച്ച് ഇപ്പൊ നമ്മൾ പലരെയും കാണുന്നില്ലേ, ഒരുമിച്ച് 2 പെൺപിള്ളേർ ഒരുമിച്ച് ജീവിക്കുന്ന, 2 ആൺപിള്ളേർ ഒരുമിച്ച്, പിന്നെ അവരെ കല്യാണം കഴിച്ചാൽ എന്താണ്? ഒരു കല്യാണം കഴിച്ചോട്ടെ, ആർക്ക് പ്രശ്നം? ഒരുമിച്ച് ജീവിക്കുന്ന പ്രശ്നമില്ല, പിന്നെ കല്യാണം കഴിക്കുന്നതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ അത് സുപ്രീം കോടതി അനുവദിക്കണം. ഓക്കെ, പിന്നെ
സൗമ്യ സ്വാമിനാഥൻ അപ്പോയിന്റഡ് NTEP അഡ്വൈസർ. സൗമ്യ സ്വാമിനാഥൻ ആയിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. നമ്മളുടെ MS സ്വാമിനാഥൻ, ഇന്ത്യയുടെ അഗ്രികൾച്ചർ റവല്യൂഷന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഭാരതരത്ന റെസിപ്പിയന്റ് ആയിട്ടുള്ള MS സ്വാമിനാഥന്റെ മകളാണ് സൗമ്യ സ്വാമിനാഥൻ. അവരുടേതായ നിലയിൽ ഭയങ്കര കിടിലാണ്. അപ്പൊ സൗമ്യ സ്വാമിനാഥൻ പഴയ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സീനിയർ സയന്റിസ്റ്റ് ആയിരുന്നു അവർ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ. അപ്പൊ അവര് നമ്മളെ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമിന്റെ ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്തു, അഡ്വൈസറായിട്ട് അപ്പോയിന്റ് ചെയ്തു. NTEP എന്ന് പറഞ്ഞാൽ നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം, TB എലിമിനേഷൻ പ്രോഗ്രാം. 2025 ഇന്ത്യയിൽ TB എലിമിനേറ്റ് ചെയ്യാന്നാണ് ഗവൺമെന്റ് ലക്ഷ്യം. നടക്കൂല, അത് ഉറപ്പാണ്. കാര്യം 2025 എന്ന് പറഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ 6 മാസമൊന്നും ഇല്ല. അപ്പൊ NTEP നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമിന്റെ പുതിയ അഡ്വൈസർ ആരാണ്? സൗമ്യ സ്വാമിനാഥൻ. ഇനി അടുത്ത പേജ് പോകുമ്പോൾ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള എഗ്രിമെന്റ്സിനെ കുറിച്ചാണ്. ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇന്നലെ കുറെ എഗ്രിമെന്റ്സ് സൈൻ ചെയ്തു. അതിന് മിക്കതും ഡിഫൻസ് റിലേറ്റഡ്, ന്യൂക്ലിയർ ടെക്നോളജി റിലേറ്റഡ്, സ്പേസ് ടെക്നോളജി റിലേറ്റഡ് ഒക്കെയാണ്. അത് ഏറ്റവും പ്രധാനം ഇതാണ്, $100 ബില്യൺ ബൈലാറ്ററൽ ട്രേഡ് ബൈ 2030. ഇത് അച്ചീവ് ചെയ്യാൻ ഒരു പാടുമില്ല. കാര്യം 2024 ആയപ്പോൾ തന്നെ ഏതാണ്ട് $64 ബില്യൺ ബൈലാറ്ററൽ ട്രേഡാണ് ഇന്ത്യ റഷ്യ തമ്മിൽ നടക്കുന്നത്. ഒരു $36 ബില്യൺ ട്രേഡും കൂടെ ഇൻക്രീസ് ആയാൽ മതി. ഇൻക്രീസ് ആവും. മെയിൻലി ഓയിൽ ആണ് ട്രേഡ് നടക്കുന്നത്. അത് കൂടുതൽ റഷ്യ ഇങ്ങോട്ട് തരിക, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സാധനങ്ങൾ കുറവാണ്. അപ്പോ ഏതെങ്കിലും ഒരു എക്സാമിന് ചോദിക്കുകയാണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബൈലാറ്ററൽ ട്രേഡ് ഏത് വർഷത്തോട് $100 ബില്യൺ ആക്കാൻ ആഗ്രഹിക്കുന്നത്? 2030 കൂടി. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക്, ചെന്നൈയിൽ നിന്ന് റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്ക് വരെയുള്ള കണക്ടിവിറ്റി പ്രോജക്ട് വ്ളാഡിവോസ്റ്റോക്ക്, അതുപോലെ INSTC ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ, ഇതെല്ലാം നടപ്പാക്കാൻ ഗവൺമെന്റ് രണ്ടുപേരും എഗ്രിമെന്റ് ആയി. ഇതെല്ലാം റഷ്യക്ക് ഇന്ത്യക്കിടയിൽ ഓൾറെഡി പ്രപ്പോസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതൊക്കെയാണ് ഇതിൽ, വേറെ അങ്ങനെ ഭയങ്കരമായിട്ട് പറയാനൊന്നുമില്ല. പിന്നെ ഇന്ത്യയുടെ റിക്വസ്റ്റ് അനുസരിച്ച് 2 കോൺസുലേറ്റ്സ്, അതായത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ റഷ്യയിലേക്ക് പോകുന്നുണ്ട് പഠിക്കാനും ജോലിക്കും ഒക്കെ. അപ്പൊ അവരെ സൗകര്യത്തിന് വേണ്ടി റഷ്യയിലെ കസാൻ എന്ന് പറഞ്ഞ സ്ഥലത്തും എക്കാറ്ററിംഗ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 കോൺസുലേറ്റുകൾ ഓപ്പൺ ചെയ്യാൻ ഇന്ത്യ അനുവദിക്കാൻ തീരുമാനിച്ചു. കസാൻ, KAZN, റഷ്യയിലെ കസാൻ, എക്കാറ്ററിംഗ്ബർഗ്, ഈ 2 സ്ഥലത്തും 2 കോൺസുലേറ്റുകൾ ഇന്ത്യ ഓപ്പൺ ചെയ്യാൻ പോയാണ്, ഇന്ത്യയിലെ അങ്ങോട്ട് പോകുന്ന ആൾക്കാരുടെ എളുപ്പത്തിന് വേണ്ടി. പിന്നെ റഷ്യ അവരുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഇന്ത്യക്ക് ഭാരതരത്നമല്ലേ, അതുപോലെ റഷ്യയുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ആണ് ദ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദ അപ്പോസ്തലെ. ഞാൻ എഴുതിയിടാം ഇവിടെ, ദ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ, ANDRUW ആണേ, ആൻഡ്രൂ ദ അപ്പോസ്തലെ. ഇതാണ് റഷ്യയുടെ ഏറ്റവും വലിയ സിവിലിയൻ ഓണർ, ഇന്ത്യയുടെ ഭാരതരത്നയ്ക്ക് ഇക്വലന്റ്. അത് 2019 മോഡിക്ക് അനൗൺസ് ചെയ്തതാണ്. ഞാൻ അത് പണ്ടേ ക്ലാസ്സിൽ പഠിപ്പിച്ചുള്ളൂ. 2019 അനൗൺസ് ചെയ്തേ, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് മോഡിക്ക് അത് സമ്മാനിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെയാണ് അത് സമ്മാനിച്ചത്. അത് പഠിച്ചു വെച്ചേക്കണം. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, ഇത് തന്നിട്ട് ഏത് രാജ്യമാണ് മോഡിക്ക് കൊടുത്തതെന്ന്. ഇങ്ങനെ തന്നിട്ട് എങ്ങനെയും ചോദിക്കാം. പിന്നെ യുക്രൈൻ റഷ്യ വാർ അവസാനിപ്പിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് മോഡി പുടിനോട് സംസാരിച്ചു. പിന്നെ ഇന്ത്യക്കാരെ കുറച്ച് ആൾക്കാർ അവിടെ പോയി പട്ടാളത്തിൽ ചേർന്ന് യുക്രൈന് യുദ്ധത്തിൽ പങ്കെടുക്കുകയും അവസാനം മരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ മരിച്ചവർക്ക് 1.3 crore കോമ്പൻസേഷനും അവരൊരു കിന്നിന് ഒരു ബന്ധു അവരുടെ ഫാമിലിക്ക് പിന്നീട് അവിടെ സിറ്റിസൺഷിപ്പും അതുപോലെ 18 വയസ്സിൽ താഴെയുള്ള കൊച്ചുങ്ങൾ വല്ലതുകൊണ്ട് ആ കൊച്ചുങ്ങൾക്ക് മാസം തോറും 18,000 രൂപ വെച്ച് സ്റ്റൈപ്പൻഡും കൊടുക്കാൻ തീരുമാനിച്ചു. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. 1.3 crore ലംസം പേയ്മെന്റ് ആണ്. പിന്നെ സിറ്റിസൺഷിപ്പ് കൊടുക്കും, റഷ്യൻ സിറ്റിസൺ ആക്കും. പ്ലസ് 18,000 രൂപ വെച്ച് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പഠിത്തത്തിനൊക്കെ വേണ്ടിയിട്ട് മാസം തോറും 18 വയസ്സാവുന്നവരെ, അത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതാണ് അതിൽ വന്നേക്കുന്ന ഒരു തീരുമാനം. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ SFJ എന്ന് പറയുന്ന ഓർഗനൈസേഷന് ഇന്ത്യയിൽ ഓൾറെഡി ബാൻഡ് ആണ്. ഇനി 5 വർഷത്തേക്കും കൂടെ ബാൻ ചെയ്യാൻ തീരുമാനിച്ചു. SFJ എന്ന് പറഞ്ഞാൽ സിഖ് ഫോർ ജസ്റ്റിസ്. എന്താണ് സിഖ് ഫോർ ജസ്റ്റിസ്? ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം പഞ്ചാബിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത്, അല്ലെ പഞ്ചാബിന് ഇന്ത്യയിൽ സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് രാജ്യമാക്കിയാൽ ഖാലിസ്ഥാൻ എന്ന് പേര് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്, സിഖ് തീവ്രവാദ സംഘടനയാണ് SFJ, സിഖ് ഫോർ ജസ്റ്റിസ്. ഇവന് അതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഗുർബന്ത് സിംഗ് പന്നുൻ എന്നാണ് അവന്റെ പേര്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ എവിടെയെങ്കിലും കാണും.
ഗുരുബന്ധ, ഈ ന്യൂസ് നിങ്ങൾ വായിച്ചു വെക്കാതെ. ഇയാളെ US വെച്ച് ഇന്ത്യ കില്ല് ചെയ്യാൻ ശ്രമിച്ചു എന്ന പേരിലാണ് ഇടയ്ക്ക് വെച്ച് ഇന്ത്യയും US തമ്മിലുള്ള ബന്ധം മോശം. ഇയാൾ US സിറ്റിസൺ ആണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ തെമ്മാടിത്തരങ്ങൾ ഇന്ത്യക്കെതിരെ കാണിക്കുന്നത്. അപ്പം ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഇയാൾ അവിടെ വെച്ച് അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാ പറയുന്നത്. നടക്കാഞ്ഞതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. വെറുതെ അസാസിനേറ്റ് ചെയ്യണമായിരുന്നു. ഓക്കെ, പിന്നെ ഇവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിനെ കുറിച്ച് പറയുന്നുണ്ട്. NEP എന്താണെന്ന് പഠിച്ചു. NEP 2020 എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഇന്ത്യയിലെ സ്കൂൾ എഡ്യൂക്കേഷൻ, അംഗൻവാടി എഡ്യൂക്കേഷൻ തൊട്ട് അക്കാഡമിക് ലെവലിലുള്ള ഹയർ എഡ്യൂക്കേഷൻ വരെ പുതിയ ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നയത്തിന്റെ പേരാണ് NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ആ പോളിസിയുടെ ഭാഗമായിട്ട് 3 വയസ്സിൽ തുടങ്ങും എഡ്യൂക്കേഷൻ അംഗൻവാടികളിൽ. മുമ്പ് 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെ ആണല്ലോ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ പറഞ്ഞത് അതാണ്. അത് മാറ്റിയിട്ടാണ് NEP വരുന്നത് 2020. 3 years തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ അണ്ടറിൽ കുറെ പ്രോഗ്രാംസ് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രോഗ്രാംസിന്റെ പേരുകൾ നിങ്ങളൊന്ന് പഠിച്ചിട്ട് അതെന്താണെന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കണം. ഒന്ന്, സമഗ്ര ശിക്ഷ. ഈ NEP പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്, NEP ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് നടക്കുന്ന പ്രോഗ്രാംസ്. ഒന്ന് സമഗ്ര ശിക്ഷ, വേറൊന്ന് PM ശ്രീ. കേരളം അതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു, പക്ഷെ ഭയങ്കര ഫണ്ടിങ് അതുവഴി കേരളത്തിന് കിട്ടുമെന്നുള്ളത് കേരളം വീണ്ടും അതിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞ മാസം. PM ശ്രീ, PM പോഷൻ. ഇത് പോഷകാഹാരങ്ങളും എല്ലാം അംഗൻവാടികൾ ഒഴികെ കൊടുക്കാനുള്ള സ്കീമാണ് PM പോഷൻ. പിന്നെ ഉല്ലാസ്. ഇത്രയും മെയിനായിട്ട് ഇത്രയും സ്കീമുകളാണ് ഈ NEPയുടെ അണ്ടറിൽ ഗവൺമെന്റ് നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്താണെന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജിൽ പോകുമ്പോ നോട്ട് ബാൻ GST കോവിഡ് കോസ്റ്റ് ₹11.3 lakh crore ആൻഡ് 1.6 crore ഇൻഫോർമൽ ജോബ്സ്. 2016 വന്ന നോട്ട് നിരോധനം, 17 വന്ന GST ഇംപ്ലിമെന്റേഷൻ, അതിനുശേഷം 20 വന്ന കോവിഡ്. ഇത് മൂന്നും കൊണ്ട് ഇന്ത്യക്ക് ഏതാണ്ട് GSTയിൽ ഉണ്ടായ നഷ്ടം 11.3 ലക്ഷം കോടിയും അതുവഴി ഉണ്ടായ ജോലികളിലുണ്ടായ നഷ്ടം 1.6 crore ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യ റേറ്റിംഗ് എന്ന് പറഞ്ഞ ഏജൻസി ഉണ്ട്, അവർ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഏജൻസിയുടെ സ്റ്റഡിയാണ്, ഗവൺമെന്റ് ഒന്നും അല്ല. അതുകൊണ്ട് അതിന് വലിയ ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുന്നതാണെങ്കിൽ പഠിക്കണ്ട. പിന്നെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ് റോസ് വിത്ത് ഗ്രോത്ത് അക്രോസ് സെഗ്മെന്റ്സ് എന്ന ന്യൂസ് കാണാം. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് FI ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ട്. FI ഇൻഡെക്സ് ഇത് ആരുടെയാണ്? RBIയുടെ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഇതാണ് F, ഫിനാൻഷ്യൽ I ഇൻക്ലൂഷൻ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ് ആരാണ്? RBIയുടെ ഇൻഡെക്സ് ആണ്. ഈ ഇൻഡെക്സ് ഉയർന്നു എന്നാ പറഞ്ഞത്. ഇൻഡെക്സ് ഉയർന്നു എന്ന് പറഞ്ഞാല് ഈ ഇൻഡെക്സ് 0 തൊട്ട് 100 വരെയാണ് അത് കൊടുത്തത്. 0 ആണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി എക്സ്ക്ലൂഡഡ് എന്നാണ്. എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ? ആ വാക്കിന്റെ മീനിങ് എന്താണ്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സർവീസസ് അറ്റ് അഫോർഡബിൾ കോസ്റ്റ് ടു ഓൾ. അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ ബാങ്കിങ് സർവീസസ് എല്ലാവർക്കും, അതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. അങ്ങനെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എൻഷുർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് കൊടുക്കണം. അതാണ് ഇടയ്ക്ക് വെച്ച് പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന സ്കീം വഴി 0 ബാലൻസ് അക്കൗണ്ടുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എല്ലാ ആൾക്കാർക്കും കൊടുത്തത്. എസ്പെഷ്യലി BPL ഫാമിലിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് 0 ബാലൻസ് അക്കൗണ്ടുകൾ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന സ്കീം വഴി കൊടുത്തത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എൻഷുർ ചെയ്യാനാണ്. അപ്പൊ അത് അക്കൗണ്ട് കൊടുത്തോണ്ട് മാത്രം കാര്യമായില്ല, എല്ലാ രീതിയിലും ഫിനാൻഷ്യൽ ഇൻക്ലൂഡഡ് ആവണം. അതിന് വേണ്ടിയിട്ട് അതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഇൻഡെക്സ് ആണ് FI ഇൻഡെക്സ് എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ് RBIയുടെ. ഇതിപ്പോ 64% ആയി. 0 എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി എക്സ്ക്ലൂഡഡ്, 100 എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഫുള്ളി ഇൻക്ലൂഡഡ്. അപ്പൊ 64% അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ കാര്യത്തിൽ ഇന്ത്യ എന്ന രാജ്യം. പിന്നെ ONGC 0 എമിഷൻ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി 2 ലക്ഷം കോടി മാറ്റിവെച്ചു എന്നൊരു ന്യൂസ്. ONGC ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനിങ് കമ്പനിയാണ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ONGC. അപ്പം ഗവൺമെന്റിന്റെ കമ്പനിയാണ്. 2038 അവര് കാർബൺ ന്യൂട്രൽ ആക്കിയാൽ വച്ചേക്കുന്ന വർഷം. കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ കാർബൺ എമിഷനും കാർബൺ അബ്സോർപ്ഷനും ഈക്വൽ ആവും, അപ്പൊ 0 ആവും. അതാണ് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്നത്. അതാവാൻ ONGC വച്ചേക്കുന്ന വർഷം 2038. അതിനു വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ട് 2 lakh crore. അവരൊക്കെ കാർബൺ ന്യൂട്രൽ ആയാലേ ഭാവിയിൽ ഇന്ത്യക്ക് 2070 കൂടി കംപ്ലീറ്റ്ലി കാർബൺ ന്യൂട്രൽ ആവാൻ പറ്റും. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം കാർബൺ ന്യൂട്രൽ ആവാൻ വെച്ചേക്കുന്ന വർഷം 2070 ആണ്. അത് അച്ചീവ് ആണെങ്കിൽ ഇന്ത്യയിൽ ഇതുപോലുള്ള കാർബൺ എമിറ്റിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഓരോരുത്തരും കാർബൺ ന്യൂട്രൽ ആവണം. ഓക്കെ, പിന്നെ അവിടെ പറയാൻ പിന്നെ കർഷകര് ഈ ബഡ്ജറ്റില് ഞാൻ പറഞ്ഞു ജൂലൈ 23 ബഡ്ജറ്റ് വരുന്നത്, അതിൽ എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചേക്കുന്നവരെ ഒരാളെഴുതിയേക്കുന്നത്, കർഷകരുടെ സംഘടനയുടെ ആളെഴുതിയേക്കുന്നത്, അതൊന്നും നമുക്ക് വേണ്ട. പിന്നെ വേൾഡ് പേജിൽ പോകുമ്പോൾ
UN ചീഫ് മീറ്റ്സ് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ഷഹബാസ് ഷെരീഫ്. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ഷഹബാസ് ഷെരീഫ്. യുഎന്നിന്റെ ചീഫ് ആരാണ്? യുണൈറ്റഡ് നേഷൻസിന്റെ ചീഫ് അന്റോണിയോ ഗുട്ടേഴ്സ്. അന്റോണിയോ ഗുട്ടേഴ്സ്, GUTERRES. സ്പെല്ലിംഗ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല, നിങ്ങൾ നോക്കണ്ടാൽ. പിന്നെ യമൻ ഹൂത്തി റബൽസ് ടാർഗറ്റ് ഷിപ്പ് ഇൻ ദ ഗൾഫ് ഓഫ് ഏദൻ നിയർ ഒമാൻ. യമൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിലിഷ്യ ഗ്രൂപ്പാണ് ഹൂതീസ് എന്നറിയപ്പെടുന്നത്. HOUTHIS, ഹൂതീസ്. ഹൂതീസിന്റെ ഫുൾ സപ്പോർട്ട് ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഒരു ഷിയ മുസ്ലിം സംഘടനയാണ് ഹൂതീസ് എന്ന് പറഞ്ഞത്. അപ്പം യമന്റെ ക്യാപിറ്റൽ സനയൊക്കെ കൺട്രോൾ ചെയ്യുന്നവരാണ്. യമന്റെ ക്യാപിറ്റലാണ് സന. അവരിപ്പോ വലിയ ബുദ്ധിമുട്ടുകൾ ഇസ്രായേലിനും അവരുടെ സഖ്യകക്ഷികൾക്കും ഒക്കെ ഈ ഗൾഫ് ഓഫ് ഏദനിലും റെഡ് സീ അതിന്റെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതൊക്കെ ഇവിടെ പറയാനുള്ളൂ. ബാക്കി ആ റഷ്യ യുക്രൈൻ അറ്റാക്ക് ചെയ്ത് കുറെ പേര് മരിച്ച ന്യൂസും ഒക്കെയാണ്. പിന്നെ സ്പോർട്സ് പേജ് ഇപ്പൊ എന്നത്തെ പോലെ യൂറോ കപ്പ് ജർമ്മനി നടക്കുന്നു, കോപ്പ അമേരിക്ക USA നടക്കുന്നു, പിന്നീട് വിംബിൾഡൺ ഇംഗ്ലണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റ്, പിന്നെ പാരീസിൽ അടുത്ത മാസം നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിനെ കുറിച്ചുള്ള ന്യൂസുകളൊക്കെ തന്നെയാണ്. പിന്നെ ടൂർ ഡി ഫ്രാൻസിനെ കുറിച്ചുള്ള ന്യൂസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ടൂർ ഡി ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. വേൾഡിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സൈക്ലിംഗ് കോമ്പറ്റീഷൻ, വേൾഡിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പാണ് ടൂർ ഡി ഫ്രാൻസ്. ഇതിലൊന്നും പറയാനില്ല സ്പോർട്സ് പേജിലൊന്നും, അതിലുള്ള കാര്യങ്ങളെ ഇപ്പൊ പറഞ്ഞു. പിന്നെ ദ്രാവിഡ്, അത് പറയാൻ പറ്റും. ദ്രാവിഡ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് സ്ഥാനത്ത് നിന്ന് മാറി പുതിയ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പഴയ ഇന്ത്യയുടെ പ്രൊളിഫിക് ബാറ്റ്സ്മാൻ ആയിരുന്ന ഗൗതം ഗംഭീർ ആണ് ഇന്ത്യയുടെ പുതിയ ക്രിക്കറ്റ് കോച്ച്. പിന്നെ ഫ്രണ്ട് പേജിൽ പുടിൻ അക്സെപ്റ്റ്സ് മോഡീസ് റിക്വസ്റ്റ് ടു റിലീസ് ഇന്ത്യൻ മിലിറ്ററി റിക്രൂട്ട്സ്. ഇന്ത്യയിൽ നിന്ന് മിലിറ്ററിയിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവര് കൊണ്ടുപോയ എല്ലാ ആൾക്കാരെയും റിലീസ് ചെയ്യാൻ ഇന്നലെ പുടിൻ മീറ്റിംഗിൽ പുടിൻ തീരുമാനിച്ചു എന്നൊരു ന്യൂസ് കാണാം. അതൊക്കെ നമ്മൾ പറഞ്ഞാണ് നേരത്തെ. പിന്നെ കത്തുവയിൽ നടന്ന ടെററിസ്റ്റ് അറ്റാക്കിൽ നമ്മുടെ പട്ടാളക്കാർ മരിച്ച ന്യൂസും ഒക്കെയാണ്. വേറെ ഒന്നുമില്ല. പിന്നെ വേറെ ഇത്രയേ ഉള്ളൂ ന്യൂസ്. നമുക്കിനി ബാക്കി സ്റ്റേറ്റ്സ് പേജിൽ നമുക്കൊന്നും ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. വെറുതെ ഈ പേജൊക്കെ എടുത്ത് ഇട്ടേക്കുന്നേ ഉള്ളൂ. പുരി ജഗന്നാഥ് ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. പുരിയിലെ ജഗന്നാഥ് ടെമ്പിൾ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടെമ്പിളുകളിൽ ഒരെണ്ണമാണ് പുരി ജഗന്നാഥ് ടെമ്പിൾ. അതെവിടെയാണ്? ഒഡീഷയിലാണല്ലോ പുരി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. എനിക്ക് ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്നും ക്ലാസ് എടുത്തിട്ടുണ്ട്. കൂടിയാൽ നാളെ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് അങ്ങനെ കൂടാതിരിക്കാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ എല്ലാവരും ചാനല് കാണുന്ന ആൾക്കാർ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. ചാനലിലെ എല്ലാ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ്സ് പറയുക. പിന്നീട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ന്യൂസ് എല്ലാ ദിവസവും കണ്ടിന്യൂഷൻ നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.